അപ്പോൾ ഇന്ന് മുതൽക്ക് നമ്മൾ ഗൾഫ് അക്കൗണ്ടിങ് A to Z പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗൾഫ് അക്കൗണ്ടിങ്ങിലെ സീരീസ് വീഡിയോസ് തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട്. അതായത് ഗൾഫിൽ അക്കൗണ്ടൻ്റായി പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടാലി പാക്കേജാണത്. അപ്പോൾ A to Z വീഡിയോസ് ഇതിലുണ്ടായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു കമ്പനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഗൾഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ഇതിന് മുമ്പ് 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ടാലി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡ്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള അല്ലെങ്കിൽ ലൈസൻസ്ഡ് വേർഷൻ ആണെങ്കിൽ അതെടുക്കാം. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് പറയണതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ, അപ്പോൾ അതവിടെ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ക്രിയേറ്റ് കമ്പനി ഉണ്ട്, സെലക്ട് റിമോട്ട് കമ്പനി ഉണ്ട്, സ്പെസിഫൈ പാത്ത് ഉണ്ട്, സെലക്ട് ഫ്രം ഡ്രൈവ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അല്ല, ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്തത് സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പെസിഫൈ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനി നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ടാലി പ്രൈമിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ് ഇത്. ഇപ്പോൾ ERP-യിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതിലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതെന്നാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾക്ക് ഏതാണ് നമുക്ക് പാത്ത് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ പുതിയൊരു പാത്ത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. നമുക്കിപ്പോൾ ഒരു കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് കമ്പനി സെലക്ട് ചെയ്തിട്ടെടുത്തു. ക്രിയേറ്റ് കമ്പനി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ മുകളിൽ ഇവിടെ കാണിക്കും കമ്പനി ഡയറക്ടറി പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ മുകളിൽ കാണിക്കും കമ്പനി ഡാറ്റ പാത്ത് എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനി എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് C കോളനിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഡാറ്റ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോൾഡർ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും Dയിലേക്കാണ് കൊടുക്കേണ്ടത്. കാരണം Cയിലെ പറയുമ്പോൾ എല്ലാ ഡാറ്റകളും വരുമ്പോൾ അവിടെ ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ടാണ് ഞാനിത് Cയിലേക്ക് കൊടുക്കുന്നത്. മറ്റേത് നമ്മുടെ ഒറിജിനലായിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാം ഉണ്ടായിരിക്കും, വേർഡ്, എക്സൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാത്ത് നമ്മൾ എപ്പോഴും C അല്ലാത്ത വേറെ ഏത് ഫോൾഡറിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ C തന്നെയാണ് കൊടുക്കുന്നത്. നമുക്കിവിടെ കമ്പനി നെയിം കൊടുക്കാം. ഇപ്പോൾ ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ അൽഷിമ ട്രേഡേഴ്സ് കൊടുത്തു, എൻ്റർ അടിച്ചു. നമുക്ക് ഇവരുടെ മെയിലിംഗ് നെയിം, അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാം. ഈ കമ്പനി ആകുമ്പോൾ അവർക്കൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ കമ്പനി എവിടെയാണ് നിൽക്കുന്നത്, അതിൻ്റെ പിൻകോഡ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കും സ്റ്റേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും വരിക. അപ്പം നമ്മളിവിടെ സ്റ്റേറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫോറിനിലാണെന്നെങ്കിൽ നമ്മളിവിടെ സ്റ്റേറ്റ് എന്ന് പറയും. ഫോറിനിലാണെന്നെങ്കിൽ സ്റ്റേറ്റുകളെ പറയുന്നതാണ് എമിറേറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ നമുക്കിവിടെ ഏത് എമിറേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഫോറിനിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് GCC കൺട്രീസ് എന്നാണ് പറയുക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗൾഫ് അക്കൗണ്ടിങ് വിത്ത് വാറ്റ് എന്നുള്ളതിലെ ഫസ്റ്റ് വീഡിയോ അതാണ്. അതായത് ഏതൊക്കെയാണ് GCC കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ രാജ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ രാജ്യങ്ങളിലെയും വാറ്റിൻ്റെ സ്ട്രക്ചർ എല്ലാം ഡിഫറൻറ്റുമായിരിക്കും. അപ്പോൾ മൊത്തം എത്ര GCC കൺട്രി ഉണ്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ എന്താണ് കൊടുക്കേണ്ടത്, സ്റ്റേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഏതൊക്കെ കുറേ സ്റ്റേറ്റുകൾ ഇവിടെ കാണിക്കും. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റേറ്റ് കൊടുക്കാൻ പോകുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റേറ്റ് പറഞ്ഞാൽ എമിറേറ്റ്സ്. ഇപ്പോൾ ദുബായ് ആണ് കൊടുത്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ ദുബായ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രി ഇവിടെ UAE ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതായത് ദുബായ് എന്നുള്ള എമിറേറ്റ്സ് ഏത് കൺട്രിയിലാണ് കിടക്കുന്നത്, UAE എന്നുള്ള കൺട്രിയിലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇവിടെ സ്റ്റേറ്റ് അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടു എമിറേറ്റ് എന്നാണ് പറഞ്ഞിട്ട് വരിക. നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയും, ഫോറിനിലാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്താണ് പറയുക, എമിറേറ്റ് എന്നാണ് പറയുക. അതേപോലെ തന്നെ ഇവിടെ PO ബോക്സ് കൊടുക്കാം, ടെലിഫോൺ നമ്പർ, മൊബൈല്, ഫാക്സ്, ഇമെയിൽ, വെബ്സൈറ്റ്, ഈ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കും ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം.
നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1st ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നതാണ് ജനുവരി 1st സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ ഫോറിനിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അവിടെ രണ്ടും ജനുവരി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാലും അവിടെ ജനുവരിയിൽ തന്നെയായിരിക്കും, അതേപോലെ തന്നെ അക്കാഡമിക് ഇയർ പറഞ്ഞാലും ജനുവരിയിൽ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ജനുവരി കൊടുത്തു, 1 ജാനുവരി 2023 കൊടുത്തു. അതേപോലെ തന്നെ ബുക്സ് ബിഗിനിങ്ങിലും ആ ഡേറ്റ് തന്നെ കൊടുത്തു. ഇത്രയും കൊടുത്തു ഞാൻ ഇവിടെ ചോദിക്കും സെറ്റ് ടാലി വാൾട്ട് പാസ്വേഡ് ടു എൻക്രിപ്റ്റ് കമ്പനി ഡാറ്റ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഒരു പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾക്ക് ലോക്ക് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരും അതിൽ കയറി ഇൻ്റർഫേസ് ചെയ്യില്ല. അപ്പം നമുക്കത് നമ്മുടെ കമ്പനി നമ്മൾക്ക് സേഫ് ആക്കിയിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് പാസ്വേഡ് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓർമ്മ ഉണ്ടായിരിക്കണം. അപ്പോൾ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. അത് എന്നാൽ മാത്രമേ നമുക്ക് ആ കമ്പനി നമ്മൾക്ക് തിരിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടാലി വോൾട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പം നമുക്ക് 2 തരത്തിൽ നമുക്ക് ഇവിടെ പാസ്വേഡ് കൊടുക്കാം. ഇവിടെ ചോദിക്കും കൺട്രോൾ യൂസർ ആക്സസ് ടു കമ്പനി ഡാറ്റ. നമുക്ക് ഇവിടെ എസ് കൊടുക്കാം. ഇവിടെ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് യൂസർ നെയിമും അതേപോലെ തന്നെ പാസ്വേഡും കൊടുക്കാം. അപ്പോൾ നമുക്ക് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മ ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ കാണിച്ചു തന്നത് മാത്രം, പാസ്വേഡ് ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴത്ത് ചോദിക്കും ബേസിക് കറൻസി സിമ്പൽ. അപ്പോൾ നമ്മളിവിടെ കൺട്രി UAE സെലക്ട് ചെയ്ത കാരണം എന്താണ്, അവിടുത്തെ കറൻസി എന്താണ്, ദിർഹമാണ് അല്ലേ. അപ്പോൾ AED എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ ഫോർമൽ നെയിം UAE ദിർഹം എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ ചോദിക്കും സഫിക്സ് സിമ്പൽ ടു എമൗണ്ട്. സാധാരണ നമ്മളിപ്പോൾ എഴുതുന്ന സമയത്താണെങ്കിൽ റുപ്പീസ് കഴിഞ്ഞിട്ടാണല്ലോ എമൗണ്ട് കാണിക്കുക, അല്ലാതെ എമൗണ്ടിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ നെയിം കാണിക്കാറില്ല. ഇനി അങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ എസ് കൊടുത്താൽ മതി. സഫിക്സ് സിമ്പൽ ടു എമൗണ്ട്സ് കഴിഞ്ഞിട്ടാണ് സിമ്പൽ വരേണ്ടതെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ആഡ് എ സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പൽ. അതായത് എമൗണ്ടും സിമ്പലും കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എൻ്റർ, അതായത് എമൗണ്ടും സിമ്പലും കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എസ് കൊടുത്താൽ മതി. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ഷോ എമൗണ്ട്സ് ഇൻ മില്യൺസിൽ കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ 1 ലക്ഷം എന്ന് എഴുതണമെങ്കിൽ 1 കഴിഞ്ഞ് കോമട്ട് വന്നിട്ട് 2 0 ഇട്ട് വന്നിട്ട് വീണ്ടും കോമട്ടിട്ട് 3 0 കാണിക്കും. എന്നാൽ ഫോറിനിൽ അങ്ങനെയില്ല. അവിടെ 1 lakh എന്ന് പറയുന്നതാണെങ്കിൽ 100,000 ആണ് 1 lakh എന്ന് പറയുക. അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എസ് കൊടുക്കാം. അതുപോലെ ഇവിടെ ചോദിക്കും നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. നമ്മൾ സാധാരണ എല്ലാം 2 എന്നുള്ള ഡെസിമൽ പ്ലേസിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുക. കാരണം 2ൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാറില്ല. അതേപോലെ തന്നെ ഇവിടെ ചോദിക്കും വേർഡ് റെപ്രസെൻറ്റിങ് എമൗണ്ട് ആൻഡ് ഡെസിമൽ. അതായത് ഡെസിമൽ കഴിഞ്ഞിട്ട് നമ്മൾ എത്ര വേർഡാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ദിർഹത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ റുപ്പീസ് പൈസ എന്ന് പറഞ്ഞ പോലെ എവിടെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഫിൽസ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് ഫോർ എമൗണ്ട് ഇൻ വേർഡ്സ്, അത് നമ്മൾ 2 എന്നുള്ളതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ആക്സെപ്റ്റ് യെസ് ഓർ നോ. അപ്പോൾ ടാലിയിൽ എന്തും സേവ് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ എൻ്റർ അടിക്കുകയാണ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആക്സെപ്റ്റ് എന്നുള്ളിടത്ത് നമുക്ക് വൈ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എൻ്റർ അടിക്കാം. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എൻ്റർ അടിക്കാം. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്കാണ് നമ്മൾ വരിക. അപ്പോൾ അവിടുന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഓപ്ഷൻസൊക്കെ ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അക്കൗണ്ടിങ് ഉണ്ട്, ഇൻവെൻട്രി ഉണ്ട്, അതേപോലെ തന്നെ ടാക്സേഷൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഓരോ ഫേമിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ യെസ് കൊടുത്തിട്ട് പോവുക. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ സ്ക്രീനിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മളൊന്നും കൊടുക്കുന്നില്ല. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ക്വിക്കായിട്ട് സേവ് ചെയ്യണമെന്ന് വിചാരിക്കുക, നമ്മൾ കൺട്രോൾ അടിച്ചാൽ മതി. ഇപ്പം നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഈ ക്രിയേറ്റ് ചെയ്ത കമ്പനി നമുക്ക് കാണണം വിചാരിക്കുക, നമുക്ക് ചില ചേഞ്ചുകളൊക്കെ അതിൽ വരുത്താനുണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ ക്രിയേറ്റ് ചെയ്തോടത്തേക്ക് പോകണ്ടേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മളിവിടെ മുകളിൽ കമ്പനി പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. Alt K പ്രസ് ചെയ്യുക. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള കമ്പനി കാണുന്നെങ്കിൽ ഇവിടെ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനി ഇവിടെ വന്നു. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഡേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്തിൻ്റെ പേര് കൊടുത്തത് തെറ്റിയതോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഓപ്ഷൻസ് എല്ലാതും ഇവിടെ നമുക്ക് അടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഓൾട്ടറിലേക്ക് പോയിട്ടാണ് ഇവിടെ കമ്പനി സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഓൾട്ടർ എടുത്തിട്ടാണ് നമ്മൾ ആ കമ്പനി സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കമ്പനി നമുക്ക് ഡെലിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക,
നമ്മൾ ഫസ്റ്റിലെ ഈ കമ്പനി സെലക്ട് ചെയ്തിട്ടെടുത്തു, ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഡെലിറ്റ് ചെയ്യാനുള്ള കീ പറയുന്നതാണെങ്കിൽ Alt D ആണ് പ്രസ് ചെയ്യേണ്ടത്. ഇവിടെ വെച്ചിട്ട് Alt D പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ എസ് കൊടുത്തു ഞാൻ ഈ കമ്പനി നമുക്ക് ഇതിന്ന് ഡെലിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഡെലിറ്റ് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആ കമ്പനി നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ കമ്പനി എന്താണ് നമുക്ക് ഡെലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും പറ്റും. നമ്മളിപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, അതേപോലെ തന്നെ ഓൾട്ടർ ചെയ്യാൻ പഠിച്ചു, പിന്നെന്താണ് ഡെലിറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിച്ചിട്ട് പോകാം. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യൽ, ഇനി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യൽ, ഇനി ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യൽ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചിട്ട് പോകാം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്തെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത ക്ലാസ്സിലാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലാണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കാം.